ഈ നൈജീരിയയിൽ ജിഹാദികൾ ക്രിസ്ത്യാനികളായ വിശ്വാസികളെ കൊല്ലുന്നതിൻ്റെയും തകർക്കുന്നതിൻ്റെയും പള്ളികൾ വെടിവെക്കുന്നതിൻ്റെയും രൂപങ്ങളിലേക്ക് വെടിവെക്കുന്നതിൻ്റെയും വിശുദ്ധ ഗ്രന്ഥങ്ങൾ കത്തിക്കുന്നതിൻ്റെയും ഒക്കെ വീഡിയോകൾ ധാരാളമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രവഹിക്കുന്നുണ്ട്. ചില പ്രത്യേക യൂട്യൂബ് ചാനലുകൾ അത് വളരെ ഗൗരവമായി എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. ലോകത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെ അറിയണം. ഇരയാകുന്ന മനുഷ്യരോട് ഐക്യദാർഢ്യപ്പെടണം. പക്ഷേ അത് നാട്ടിലെ മനുഷ്യർക്കിടയിൽ വിദ്വേഷം ഉണ്ടാക്കുന്നതിന് കാരണമായി തീരരുത്. ഇപ്പോൾ ഇസ്രയേലുകാരൻ്റെ ആക്രമണം ഗസയിൽ നടക്കുമ്പോൾ പാവം കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിന് അല്ലെങ്കിൽ വംശഹത്യ നടത്തുന്നതിനെതിരെ നിങ്ങൾക്ക് പ്രതികരിക്കാം. പക്ഷേ അത് മട്ടാഞ്ചേരിയിലെ ആരെങ്കിലും ജൂത സമൂഹത്തിൽപ്പെട്ട സഹോദരങ്ങളുണ്ടെങ്കിൽ അവരോട് അക്രമം പ്രവർത്തിക്കുന്നതിന് അത് കാരണമാകരുത്. അതുതന്നെയാണ് ലോകത്തെവിടെ നടക്കുന്ന സംഗതികളെയും കാണേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഇന്ന് ഈ ചില യൂട്യൂബ് ചാനലുകൾ പ്രത്യേക താല്പര്യത്തിൽ പടച്ചുവിടുന്ന എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ ഇവിടെ ഒന്ന് തെറ്റിക്കണം, അടുപ്പിക്കണം. അപ്പം നിങ്ങൾ ചോദിക്കും ഇതൊക്കെ തെറ്റിയില്ലേ? ഒന്ന് തെറ്റിയൊക്കെ കിടക്കുന്നെങ്കിലും അതിനിടയിൽ തെറ്റരുത് എന്നാഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരെ കൂടി തോൽപ്പിച്ച് ഈ തെറ്റൽ പൂർണ്ണമാക്കി ഇപ്പോൾ നൈജീരിയയിലൊക്കെ നടക്കുന്നത് പോലെയുള്ള ഒരു അവസ്ഥ നമ്മുടെ നാടിനുണ്ടാക്കണം എന്നാഗ്രഹിക്കുന്ന ചില ഉൽപ്പതിഷ്ണുക്കളായ ചില നല്ല സ്വഭാവമുള്ളവർ, അങ്ങനെയാണല്ലോ നല്ല സ്വഭാവം. അപ്പുറത്തെ വീട്ടിൽ നടക്കുന്നത് എങ്ങനെയെങ്കിലും നമ്മുടെ വീട്ടിലൂടെ നടത്തണം. യഥാർത്ഥത്തിൽ ലോകത്ത് ഇതൊക്കെ നടക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത് എന്താ? ഇതൊന്നും കണ്ട് നമ്മൾ പഠിക്കരുത്. നമ്മുടെ വീട്ടിലിങ്ങനെ ആകരുത്. ഇപ്പോൾ അയലത്ത് അച്ഛനും മക്കളും എല്ലാം കൂടെ കിടന്ന് അടി നടന്നാൽ നമ്മൾ ചിലപ്പോൾ മതിലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ എത്തി നോക്കിയിട്ട് അകത്തോട്ട് വന്ന് കുറ്റിയിട്ടിട്ട് മക്കളെടുത്ത് പറയേണ്ടത് എന്താ? ഇതൊക്കെ കാണുന്ന കൊള്ളാം, ഇതൊന്നും ഇവിടെ എടുക്കരുത്, ഇവിടെ നശിപ്പിക്കരുതെന്നല്ലേ പറയേണ്ടത്. പക്ഷേ അങ്ങനെയല്ല, ഇതിവിടെ നടക്കണം എന്നാഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ട്. അത്തരം ആളുകൾക്ക് ആവേശം കൊടുക്കുന്ന രീതിയിലാണ് ഇതിപ്പം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നൈജീരിയയിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് ഒന്ന് നിഷ്പക്ഷമായി ഇത് കാണുന്നവർ വായിച്ചെടുക്കേണ്ടതാണ്. ഞാനും അതിനുവേണ്ടി ചില്ലറ വായനയൊക്കെ നടത്തി. പിന്നെ അതുകൂടാതെ ഇപ്പോൾ വളരെ എളുപ്പമാണ്. ഇതിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും വിവരങ്ങളുണ്ടെങ്കിൽ നമ്മൾക്ക് ഗൂഗിളിലെ AI ചോദിച്ചാൽ AI എല്ലാ ചരിത്രപരമായ കാരണങ്ങളും പറഞ്ഞു തരും. ഞാനും ചോദിച്ചു AI എന്താണ് യഥാർത്ഥത്തിൽ റിയൽ ഇഷ്യൂ നൈജീരിയയിലെ? അത് കേവലം ക്രിസ്ത്യാനിയും മുസ്ലിമും തമ്മിലുള്ള സംഘർഷമാണോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞെന്താണെന്നറിയോ? AI പറഞ്ഞത് ഇറ്റ്സ് എ കോംപ്ലക്സ് ഓവർലാപ്പിംഗ് മിക്സ് ഓഫ് എക്കണോമിക്, എൻവയോൺമെൻറ്റൽ, എത്നിക് ആൻഡ് പൊളിറ്റിക്കൽ ഗ്രീവൻസസ് റാദർ ദാൻ എ സിംഗിൾ യൂണിഫയിങ് കോസ്. അതായത് ഇതെന്ന് പറയുന്നത് വളരെ സങ്കീർണമായ സാമ്പത്തിക, പാരിസ്ഥിതിക, വംശീയ, രാഷ്ട്രീയ പ്രശ്നങ്ങളുടെ ഒരു സങ്കീർണമായ പ്രശ്നമാണ് അല്ലെങ്കിൽ ഭാവമാണ് അവിടെ നടക്കുന്ന സംഘർഷം, അല്ലാതെ ഒരു സിംഗിൾ കോസ് അല്ല. എന്ന് മാത്രമല്ല, ഇത് ഓരോ റീജിയണിലും, നൈജീരിയയുടെ ഓരോ റീജിയണിലും ഇത് പല രീതിയിലാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ കേരളം, ഇന്ത്യ എടുക്കുകയാണെങ്കിൽ തെക്കേ ഇന്ത്യയിൽ, വടക്കേ ഇന്ത്യയിൽ, ഉത്തരേന്ത്യയിൽ എന്നൊക്കെ പറയുന്നത് പോലെ ഓരോ റീജിയണൽ കോസാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കോൺഫ്ലിക്റ്റ് ഓവർ റിസോഴ്സസ് ആൻഡ് ദ റൈസ് ഓഫ് പവർഫുൾ ക്രിമിനൽ ഗ്യാങ്സ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ് ഇൻസർജൻസസ്. അതായത് ഇതിൻ്റെ പ്രധാന കാരണം വിഭവങ്ങളുടെ മേലുള്ള അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ, പിന്നെ ക്രിമിനൽ ഗ്യാങ്ങുകൾ ഉണ്ടാവൽ, പിന്നെ അതുപോലെ തന്നെ എക്സ്ട്രീമിസ്റ്റ്. ഇതൊക്കെ നടക്കുന്നത് എങ്ങനെയാണ്? ഒരു രാജ്യം അതുപോലെ ആയി തീരുമ്പോഴാണ്. അപ്പം ഞാൻ നേരെ നൈജീരിയയെ ഇങ്ങനെ ആക്കിയത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് അറിയണമല്ലോ, ഒന്ന് പഠിക്കണമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടി പോയപ്പോഴാണ് നമ്മുടെ രാജ്യത്തൊക്കെ സംഭവിച്ചതുപോലെ ലോകത്തെ ഏറ്റവും വലിയ മാന്യന്മാരായ ഫ്രോഡുകൾ, ഏറ്റവും വലിയ ഭീകരന്മാരായ മാന്യന്മാർ, ബ്രിട്ടീഷുകാരുടെ കൊളോണിയലിസം മുതൽ തുടങ്ങുകയാണ് നൈജീരിയയുടെ ഇപ്പോൾ ഈ ഏറ്റുമുട്ടലിൻ്റെ കഥ. അതായത് 1960 നൈജീരിയയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. നമുക്ക് 47 കിട്ടിക്കഴിഞ്ഞ് പിന്നെ 13 കൊല്ലം കൂടി യവന്മാർ അവിടെ കയ്യിൽ വെച്ച് ഭരിച്ചു. 1840 നൈജീരിയയെ ഈ കൊള്ളക്കാർ കീഴടക്കിയത്. എന്നിട്ട് 861 അവിടെ ക്രൗൺ കോളനി എന്ന് പറഞ്ഞിട്ട് ഒരു കോളനിക്ക് പേരുവിട്ട് നൈജീരിയ പിടിച്ചു. അവിടെ അന്ന് മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ്, ഒരുപാട് വിഭവങ്ങളുണ്ട്. 1840 1850 അവിടെ നിന്ന് അടിമകളെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടുപോയി ഈ ബ്രിട്ടീഷ് ഭീകരന്മാർ എന്ത് ചെയ്യിച്ചു? ജോലി ചെയ്യിച്ചു. ഞാൻ ഈ ബ്രിട്ടീഷ് ഭീകരൻ എന്ന് പറയുന്നത് ഈ സമൂഹത്തിൽ മുറിവുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ആ ചാനലുകളിൽ പറയുമ്പോൾ ജിഹാദികൾ, ഇസ്ലാമിസ്റ്റ് ഭീകരന്മാർ എന്ന് പറയും. ബ്രിട്ടീഷുകാരൻ്റെ ജാതി പറയുമ്പോൾ ക്രിസ്ത്യൻ ഭീകരന്മാർ എന്ന് പറയണം. പക്ഷേ അത് പറയുമ്പോൾ ഇന്നത്തെ നമുക്കിടയിലുള്ള സൗഹൃദം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഞാൻ ഈ ബ്രിട്ടീഷ് ഭീകരന്മാർ എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്തു? ലോകത്ത് മുഴുവൻ അടിമകളെ ഈ നൈജീരിയക്കാരായ കറുത്ത വർഗ്ഗക്കാരെ കൊണ്ടുപോയി. 1861 ലഗോസ് ട്രീറ്റി പ്രകാരം പൂർണ്ണ ക്രൗൺ കോളനി സ്ഥാപിച്ചു. 1885 എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഓയിൽ റിവേഴ്സ് പ്രൊട്ടക്ടറേറ്റ് എന്ന് പറഞ്ഞിട്ട് യൂറോപ്പിൻ്റെ അധികാരം കൂടുതൽ അവിടെ സ്ഥാപിച്ചെടുത്തു.
86 മുതൽ 99 വരെ 1800-ലാണ്, അതാണ്ട് 19-ാം നൂറ്റാണ്ടിൽ അവിടെ റോയൽ നിഗർ കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനി, നമ്മുടെ അപ്പോൾ നോക്കി റോയൽ നിഗർ കമ്പനി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കിത് പെട്ടെന്ന് ഇന്ത്യക്കാർക്ക് ചിന്തിക്കാൻ പറ്റും. എന്താണെന്നറിയോ, നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോലെ യവന്മാരെല്ലായിടവും ചെയ്യുന്നത് ഒരുപോലെ അവിടെ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ഒക്കെ ഉണ്ടാക്കി. 914 ഇങ്ങനെയൊക്കെ തുടർന്നിട്ട് അവസാനം 960-ലാണ് എന്ത് ചെയ്യുന്നത്, 914 അവിടെ ഫസ്റ്റ് ഗവർണർ ജനറലായിട്ട് ഫെഡറിക് ലഗാർഡ് എന്ന് പറയുന്ന ആളിനെ നിയമിച്ചു. നമുക്കൂടെ ഉണ്ടല്ലോ ആദ്യത്തെ ഗവർണർ ജനറൽ ലോർഡ് മൗണ്ട് ബാറ്റൻ പ്രഭു എന്നൊക്കെ പറഞ്ഞ അവന്മാർ പോകുന്നതിന് മുമ്പ് നടത്തുന്ന അഭ്യാസമാണ്. എന്നിട്ട് അവിടെ നടത്തിയതെന്താ, അതും കൃത്യമായി പറയുന്നുണ്ട്. അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്തു, ഒരു ബ്രിട്ടീഷുകാർക്ക് ഉചിതമായ രീതിയിലുള്ള ഒരു ഇൻഡയറക്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഉണ്ടാക്കി. അതിനു മുമ്പ് അവിടെ അമീറന്മാരായിരുന്നു, കാരണം അവിടെ ഇസ്ലാം മതമായിരുന്നു കൂടുതൽ. അപ്പോൾ അത് മാറ്റിയിട്ട് അവിടെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവർക്കിഷ്ടപ്പെട്ട ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കിയിട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഭജിച്ചതുപോലെ നൈജീരിയയെ പല പല പ്രൊവിൻസുകളായി വിഭജിച്ചു. അമീറന്മാരെയെല്ലാം അപ്രസക്തനാക്കി. എന്നിട്ടോ എക്കണോമി വാസ് റീസ്ട്രക്ചേർഡ് ടു സെർവ് ബ്രിട്ടീഷ് ഇൻട്രസ്റ്റ്. ബ്രിട്ടീഷുകാരൻ്റെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് അവിടുത്തെ എക്കോണമിയെ പുനരാവിഷ്കരിച്ചു. ഈ രവിചന്ദ്രനും നമ്മുടെ അരിപ്പൂ മോനൊക്കെ പറഞ്ഞത് AI ഒക്കെ വരുന്നതോടുകൂടി ഇസ്ലാമൊക്കെ അങ്ങ് തകരും എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ AI വന്നപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നൊരു അപകടം എന്താണെന്ന് ചോദിച്ചാൽ, സത്യം എന്താണെന്ന് ലോകത്ത് ആർക്കും ഒരു വിരൽ തുമ്പിൽ മറ്റാരുടെയും ഒരു ഇടപെടലില്ലാതെ, ഇപ്പോൾ AI എന്ന് പറയുന്നത് ഖത്തറിൻ്റെയോ അൽ ജസീറയുടെയോ സൗദി അറേബ്യയുടെയോ ഒന്നും അല്ലല്ലോ, അങ്ങനെ വായിക്കാൻ പറ്റും. അത് ഞാനൊന്ന് ഓർത്തു പോയതാണ്. ഏതായാലും എക്കണോമി എന്താ ചെയ്തത്, ദേ സ്റ്റാർട്ട് എക്സ്പോർട്ട് ഓഫ് പാം ഓയിൽ, ഗ്രൗണ്ട് നട്ട്സ് ആൻഡ് ടിൻ. നമ്മുടെ നാട്ടിൽ നിന്നും മലഞ്ചരക്കുകൾ കയറ്റി അയച്ചതുപോലെ ഈ കള്ളന്മാർ അവിടെ നിന്ന് എന്ത് ചെയ്തു, പാം ഓയിലും ഗ്രൗണ്ട് നട്ടും ടിന്നുമൊക്കെ കയറ്റി അയച്ചു. ഇനി ഈ സെൻറ്റൻസ് ഒന്ന് ശ്രദ്ധിച്ചേ. ഇൻഫ്രാസ്ട്രക്ചർ ലൈക്ക് റെയിൽവേസ് ആൻഡ് പോർട്ട്സ് വാസ് ബിൽഡ് ടു ഫെസിലിറ്റേറ്റ് റിസോഴ്സ് എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ആ നാടിനെ മോഷ്ടിക്കാൻ, ചൂഷണം ചെയ്യാൻ റെയിൽവേ പാളം ഉണ്ടാക്കി. നമ്മുടെ നാടിനെയും മോഷ്ടിക്കാൻ വേണ്ടിയാണ് ഈ കള്ളന്മാർ റെയിൽവേ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയത്. പക്ഷേ നമ്മളങ്ങനെയല്ല പറയുന്നത്. നമ്മൾ പറയുന്നത് ബ്രിട്ടീഷുകാരൻ സ്ഥാപിച്ചതാണ് ഇന്ത്യൻ റെയിൽവേ, അവനോടങ്ങ് ആദരപ്പെടണമെന്നാണല്ലോ നമ്മൾ ചരിത്ര പുസ്തകത്തിലൊക്കെ പഠിക്കുന്നത്, കോഞ്ഞാണന്മാരെ. ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ബ്രിട്ടീഷ് കറൻസി ആൻഡ് ടാക്സേഷൻ ഫോഴ്സ്ഡ് നൈജീരിയൻസ് ഇൻ ടു ദ കൊളോണിയൽ എക്കണോമി ആൻഡ് വേജ് ലേബർ. എന്നിട്ട് എന്ത് ചെയ്തു, ആ രാജ്യത്ത് ബ്രിട്ടീഷ് കറൻസിയാക്കി. എന്നിട്ടോ ബ്രിട്ടീഷുകാരൻ്റെ തൊഴിൽ നിയമങ്ങൾ അവിടെ ഉണ്ടാക്കി. അങ്ങനെ നൈജീരിയക്കാർ ലോകത്ത് അടിമകളായ കറുത്ത വർഗ്ഗക്കാരാക്കി മാറ്റിയത് ഈ പന്നത്തെണ്ടി റാസ്കൽസാണ്, ഈ ഫ്രോഡാണ്, ഈ കൊളോണിയലിസ്റ്റ് ഭീകരന്മാരാണ്, യവന്മാരാണ് ലോകമെല്ലാം ഇങ്ങനെ ആക്കിയത്. എന്നിട്ട് യവന്മാരാണ് ഇപ്പോൾ ഭീകരന്മാരാരാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത്. എന്നിട്ടോ സോഷ്യോ കൾച്ചറൽ ഇമ്പാക്റ്റ് അതും ഉണ്ടാക്കി. കൊളോണിയലിസം ഇൻട്രൊഡ്യൂസ്ഡ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ആൻഡ് ക്രിസ്ത്യാനിറ്റി പ്രൈമർലി ഇൻ സൗത്ത് വൈൽ ലിമിറ്റിംഗ് മിഷണറി ആക്ടിവിറ്റി ലാർജ്ലി മുസ്ലിം ടു നോർത്ത്, പ്രിസർവ് ലോക്കൽ എക്കണോമിക് കൾച്ചർ. എന്താ ചെയ്തത്, ഇന്ത്യയും പാകിസ്ഥാനും ഉണ്ടാക്കിയതുപോലെ അവിടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളെ മുഴുവൻ നോർത്തിലേക്ക് തള്ളിയിട്ട് സൗത്തിൽ എന്ത് ചെയ്തു, ക്രിസ്ത്യൻ മിഷണറിമാരെ വെച്ചിട്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ടാക്കി. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു, ഒരു രാജ്യത്തിനകത്ത് തന്നെ 2 രാജ്യമായി. ഇന്ത്യയിൽ ഇത് 2 രാജ്യമാക്കി അങ്ങ് മാറ്റി. എന്നിട്ട് ഇന്ത്യക്കകത്തും ആക്കി മനുഷ്യരെ. അതിൻ്റെ ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. എന്നിട്ടോ റെസിസ്റ്റൻസ് ആൻഡ് നാഷണലിസം. അവസാനം എന്ത് ചെയ്തു, ഈ ആളുകൾ പ്രതിരോധിച്ചു, അവർ രംഗത്തിറങ്ങി, അവർ യുദ്ധം നടത്തി, അവർ ഈ സംഗതികൾ പിടിച്ച് വാങ്ങിക്കേണ്ടി വന്നു. എന്നിട്ട് അതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്ന് AI പറയുന്നുണ്ട്. റിസോഴ്സ് എക്സ്ട്രാക്ഷൻ, മുഴുവൻ വിഭവങ്ങളും അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി. സ്ക്യൂസ് ആൻഡ് നെഗ്ലക്റ്റ്, ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ എന്നും എല്ലായിടവും ചെയ്യുന്നത് പോലെ ഞെക്കിപ്പിഴിഞ്ഞ് ദൂരേക്ക് കളഞ്ഞു, നാരങ്ങ പിഴിയുന്നത് പോലെ. സ്ക്യൂസ് ആൻഡ് നെഗ്ലക്റ്റ്, പിഴിഞ്ഞ് ദൂരേക്ക് കളഞ്ഞു. എക്കണോമിക് ഡിപ്പെൻഡൻസി, അതായത് സമ്പന്നമായിരുന്ന നൈജീരിയയെ ഒരു ദരിദ്ര നൈജീരിയയാക്കി അവരെ എന്ത് ചെയ്തു, അവരെ എല്ലാ അർത്ഥത്തിലും ഇതിൻ്റെ അടിമകളാക്കി മാറ്റി. എന്നിട്ടോ തീർന്നില്ല, കൊളോണിയൽ ലൂട്ടിംഗ് ഓഫ് ആർട്ടിഫാക്ട്സ്, അതായത് നമ്മുടെ ഇവിടുന്ന് ഇത്രയുമെല്ലാം മോഷ്ടിച്ച ശേഷം തടിയും വസ്ത്രവും ഒക്കെ മോഷ്ടിച്ചു കൊണ്ടുപോയ പരമചെറ്റകൾ, ഈ പരമചെറ്റകൾ അവിടെ നിന്നും കൊണ്ടുപോയ ഉൽപ്പന്നങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ബെനിൻ ബ്രോൺസ്, അതായത് 1897 ബെനിൻ എന്ന് പറയുന്ന ഒരു വിഭാഗക്കാർ, ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവർ നൈജീരിയയിലുണ്ടായിരുന്നു. അവർ വിലമതിക്കാനാവാത്ത പലതരം ആർട്ടിഫാക്റ്റുകൾ ഉണ്ടാക്കുന്നവരായിരുന്നു.
അവരെ മുഴുവൻ കൂട്ടക്കൊല ചെയ്തിട്ട് ഈ ബെനിൻ ബ്രോൺസ് മുഴുവൻ കടത്തിക്കൊണ്ടുപോയി ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ വെച്ചു. നമ്മുടെ ഇവിടുന്ന് രത്നമൊക്കെ അടിച്ചുകൊണ്ട് പോയല്ലോ, കോഹിനൂർ രത്നമൊക്കെ അടിച്ചുകൊണ്ട് പോയ കള്ളന്മാർ, നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ അന്നത്തെ കാലത്തെ തോക്കും അതിൻ്റെ യന്ത്രസാമഗ്രികളും അടിച്ചുകൊണ്ട് പോയ കള്ളപ്പന്നന്മാർ, അങ്ങനെയൊക്കെ എനിക്ക് പറയാൻ ഒക്കുന്നുള്ളൂ. അതിൽ വലിയ മോശമായിട്ടുള്ള പദമൊക്കെ ഉപയോഗിച്ചാൽ എൻ്റെ കുറച്ച് അമ്മമാരും കുറച്ച് ഫ്രണ്ട്സും ഒക്കെ ഉണ്ട്, അവരെല്ലാം വിളിച്ചു പറയും അങ്ങനെ ഉപയോഗിക്കരുത്, അങ്ങനെ ഉപയോഗിക്കുന്നു. ഈ പന്നന്മാർ അവിടെ നിന്ന് ഈ സാധനങ്ങളെല്ലാം അടിച്ചുകൊണ്ട് പോയി. ബെനിൻ ബ്രോസ് ഒക്കെ അടിച്ചുകൊണ്ട് പോയി റോയൽ പാലസിലും ബ്രിട്ടീഷ് മ്യൂസിയത്തിലും ഒക്കെ ചെന്നിട്ട് അവിടെ ഒരു ബെനിൻ സിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി സ്ഥാപിച്ച് അവിടെ വെച്ചു. അപ്പോൾ എന്താ സംഭവിച്ചത് നിങ്ങളത് ആലോചിക്കൂ. നൈജീരിയ സമ്പൽ സമൃദ്ധമായ ഒരു രാജ്യം, ആ രാജ്യത്തെ അവന്മാർ ചെന്ന് മുഴുവൻ മോഷ്ടിച്ചു, വിഭവങ്ങൾ മുഴുവൻ സ്കേഴ്സാക്കി, സ്ക്യൂസ് ആൻഡ് ത്രോ മെത്തേഡ് സ്വീകരിച്ചു. ആ രാജ്യത്തെ നോർത്തിലേക്ക് മുസ്ലിങ്ങളെ മാറ്റി, സൗത്തിലേക്ക് എന്ത് ചെയ്തു, ക്രിസ്ത്യൻ മിഷണറിമാരെ കൊണ്ട് കുറച്ച് ക്രിസ്ത്യാനികളെ അവിടെ ഉണ്ടാക്കി തീർത്തു. എന്നിട്ട് എന്താ സംഭവിച്ചത്, മിഡിൽ പോർഷനിൽ കുറേ കൃഷിപ്പാടങ്ങളും കുടിവെള്ള സംഗതികളും വെള്ളവും എല്ലാം ഉണ്ട്. ഈ റിസോഴ്സസിന് വേണ്ടി ഈ രണ്ട് ഭാഗത്തെയും ജനങ്ങൾ തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, യവന്മാരുടെ തലമുറ രക്ഷപ്പെടുമോ? യവന്മാർ നശിച്ച് നാറാണക്കല്ലെടുക്കൂലേ ഇന്നല്ലെങ്കിൽ നാളെ. ഇപ്പോൾ ബംഗാളികൾ പണിയുന്നത് പോലെ ബ്രിട്ടീഷുകാർ ഒരു 10-50 വർഷം കഴിയുമ്പോൾ അവനൊക്കെ കൂലിപ്പണിക്കാരായി ഇന്ന് സൗദി അറേബ്യയിലും മിഡിൽ ഈസ്റ്റിലും ഒക്കെ ബംഗാളികൾ പണിയുന്ന പോലെ യവന്മാർ പണിയും. അത് കൊതികൊണ്ടൊന്നുമല്ല ഞാൻ പറയുന്നത്, ചരിത്രത്തിൻ്റെ നീതീവൽക്കരണം എന്ന് പറഞ്ഞാൽ മതി. ചരിത്രത്തിൻ്റെ നീതീവൽക്കരണം അങ്ങനെ പറയുന്നതാണ് ശരി. എന്നിട്ടിപ്പോൾ അടിക്കുകയാണ്. അപ്പോൾ അടിക്കുമ്പോൾ എല്ലാവരും ഈ വീഡിയോ വെച്ച് പറയുന്നത് എന്താ, മുസ്ലിങ്ങൾ തമ്മിലടിച്ചു, മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളെ വെടിവെച്ച് കൊന്നു, മറ്റോരെ അടിച്ചുകൊണ്ട് പോയി. എന്താ, ആ രാജ്യം അങ്ങനെയാക്കി തീർത്തു. ഇത് ആ രാജ്യത്തിന് മാത്രമാണോ? നമ്മുടെ രാജ്യത്തിന് ഇതേ അനുഭവം ഇല്ലേ? ഇതേ അനുഭവം യവന്മാർ വന്നിട്ട് പോയതിൻ്റെ അല്ലേ നമ്മൾ ഈ കിടന്ന് അടിക്കുന്ന മൊത്തം. അതുപോലെയാണ് അവിടെ നടക്കുന്നത്. അല്ലാതെ പുതിയതായി ഇസ്ലാം മതം സ്ഥാപിക്കാനും ക്രിസ്തുമതം സ്ഥാപിക്കാനും വേണ്ടി വിശ്വാസികൾ അടിക്കുന്നതല്ല. മനുഷ്യരുടെ വിഭവങ്ങൾ മുഴുവൻ കൊണ്ടുവന്ന് ഒരു രാജ്യത്തെ മുഴുവൻ നശിപ്പിച്ചിട്ട് ആ ജനത നിലനിൽപ്പിന് വേണ്ടി വളരെ പരിമിതമായ വിഭവങ്ങളിൽ കിടന്ന് തമ്മിലടിക്കുക.